രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോക ഫുട്ബോളിൽ നിന്ന് ഇന്നലെ വന്നത് ആരാധകർക്ക് അത്ര സുഖകരമായ വാർത്തയല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഒരുപക്ഷെ മെസ്സി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന ക്രിക്കറ്റ് താരം, തുടർച്ചയായ 6ാം ലോകകപ്പ് കളിക്കുന്നു. 6 ലോകകപ്പുകളും കിരീട നേട്ടമില്ലാതെ മടങ്ങുന്നു. ഈ ലോകകപ്പ് കഴിഞ്ഞാൽ വിരമിക്കുമെന്ന് ക്രിസ്ത്യാനോ പറഞ്ഞിരുന്നു. ഇന്നലെ പരാജയം, സ്പാനിഷ് ജയം 1 ഗോളിലാണ്. ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ച് പോർച്ചുഗലും പുറത്തായിരിക്കുന്നു. അങ്ങനെ ആരാധകരുടെ ഒരു ഫേവററ്റ് ടീം, ഒരു ഫേവററ്റ് പ്ലെയറെയും ഇനി ഈ ലോകകപ്പിൽ കാണാനാകില്ല. ഇതടക്കം നിരവധി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ. ലോക ഫുട്ബോളിൽ നിന്ന് ഇതിഹാസങ്ങളുടെ മടക്കം തുടരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും പുറത്ത്. സ്പാനിഷ് ജയം ഏകപക്ഷീയമായ 1 ഗോളിന്. ബെൽജിയം USA പോരാട്ടം തുടരുന്നു. അർജന്റീന ഇന്ന് ഈജിപ്തിനെതിരെ. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോയുമായി കൂടിക്കാഴ്ച. പ്രതിരോധ സമുദ്ര സുരക്ഷാ വിഷയങ്ങളിൽ ധാരണാപത്രം ഒപ്പിടും. ജക്കാർത്തയിലെ പ്രവാസികളെ മോദി അഭിസംബോധന ചെയ്യും. അയോധ്യയിലെ സംഭാവന തട്ടിപ്പിൽ അന്വേഷണം തുടരുന്നു. വരവ് ചെലവ് കണക്കുകൾ പുറത്ത്. വെള്ളി ഉരുപ്പടികൾ ഉരുക്കി ബാറാക്കിയെന്ന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല കൃഷ്ണമോഹന്. ഭക്തരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കൃഷ്ണമോഹൻ. കനത്ത മഴയിൽ മുംബൈയിൽ വ്യാപക നാശനഷ്ടം. മണ്ണിടിച്ചിലിനെ തുടർന്ന് മുംബൈ പൂനെ എക്സ്പ്രസ് വേ അടച്ചു. മുംബൈ, താനെ, നാസിക്, പൂനെ മേഖലകളിൽ റെഡ് അലേർട്ട്. സ്കൂളുകൾക്ക് അവധി. കോറോ ഹെൽത്തിലെ തൊഴിലാളികൾ ഇന്നും ഓഫീസുകളിലെത്തും. തൊഴിൽ പ്രതിസന്ധി തുടരുന്നു. ജോലിക്കെത്തുന്ന ജീവനക്കാരെ പ്രവേശിക്കാൻ അനുവദിക്കാതെ മാനേജ്മെന്റ്. മന്ത്രി വിളിച്ച ചർച്ച വെള്ളിയാഴ്ച. അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മി പ്രിയക്കെതിരെ കേസ്. ഭർത്താവ് ജയേഷും വനിതാ സെൽ SIയും പ്രതികൾ. സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നടപടി. താരസംഘടനയിൽ നിന്ന് രാജിവെച്ച് കൂടുതൽ അംഗങ്ങൾ. ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി ട്രംപ്. കരാറില്ലെങ്കിൽ കടുത്ത നടപടി. ഭീഷണി. ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ തുടരുന്നതിനിടെ നമുക്ക് ലോക ഫുട്ബോൾ വാർത്തകളിലേക്ക് തന്നെ ആദ്യം പോകണം. പോർച്ചുഗലിന്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലോക മോഹങ്ങൾ അങ്ങനെ അവസാനിക്കുന്ന കാഴ്ചയും ഇന്നലെ രാത്രി കണ്ടു. പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായി. അതും ഇഞ്ചുറി ടൈമിലാണ് ഈ ഗോൾ എന്നതാണ് ശ്രദ്ധേയമായത്. പകരക്കാരനായി ഇറങ്ങിയ മിഗേൽ മെറീനോ ആണ് ഗോൾ നേടിയത്. എൽദോ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. എൽദോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപക്ഷെ മെസ്സി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട ഒരു താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ ടൂർണമെൻറ്റ് തുടങ്ങിയപ്പോൾ മുതൽ ക്രിസ്ത്യാനോയുടെ ഫോമുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പ്രകടനം ക്രിസ്ത്യാനോയെ കാഴ്ചവെക്കാനായോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനോ പുറത്താകുന്നു. കണ്ണീരണിഞ്ഞാണ് ക്രിസ്ത്യാനോ മൈതാനം വിട്ടത്. രഞ്ജിത്ത്, പോർച്ചുഗൽ ആരാധകർക്ക്, ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക് ഇത് ഏറ്റവും നിരാശ നിറഞ്ഞ ഒരു ദിനമായിരിക്കും. അവരുടെ പ്രിയപ്പെട്ടവൻ, മദീറയുടെ രാജകുമാരൻ, ലോക കിരീടമില്ലാതെ തിരികെ പോവുകയാണ്. 10ാം നമ്പറിനേക്കാൾ മുകളിലാണ് 7ാം നമ്പർ എന്ന ഫുട്ബോളിൽ സ്ഥാപിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പോർച്ചുഗലിന് വേണ്ടി 2006 ലോകകപ്പിൽ, തൻ്റെ ആദ്യ ലോകകപ്പാണ്, അന്ന് സെമി ഫൈനൽ കളിച്ചതാണ് ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടത്തിൽ ഒതുങ്ങുന്നു ക്രിസ്ത്യാനോയുടെ ലോകകപ്പ് റെക്കോർഡ് ബുക്ക്. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഗോൾ വേട്ട തുടരുമ്പോഴും ലോകകപ്പ് എന്ന വലിയ സ്വപ്നം ക്രിസ്ത്യാനോയ്ക്ക് അന്യമായിരുന്നു. അങ്ങനെ ക്യാപ്റ്റനായി ക്രിസ്ത്യാനോ ഇല്ലാത്തൊരു പോർച്ചുഗൽ എങ്ങനെ സാധ്യമാകുമെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് റൊണാൾഡോ ഈ ടീമിന്റെ നായക പദവിയിലേക്ക് തിരികെ എത്തുന്നതും ഈ ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ പോർച്ചുഗൽ സംഘം ഇറങ്ങുന്നതും. പക്ഷേ ഇന്നലെ സ്പെയിനിന് മുന്നിൽ 2 ടീമുകളും ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും റൊണാൾഡോയുടെ കാലുകളിലേക്ക് പന്തുകൾ എത്തുന്നത് കുറവായിരുന്നു. റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ റോബർട്ടോ മാർട്ടിനസ് തയ്യാറായതുമില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇഞ്ചുറി ടൈമിലെ ഗോളിലാണ് മത്സരം സ്പാനിഷ് സംഘം സ്വന്തമാക്കുന്നത്. സ്പെയിൻ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ജയിച്ചത്. നമുക്കറിയാം 5 ബാലൻഡിയോർ കിരീടങ്ങൾ, പ്രീമിയർ ലീഗ് കിരീടം, സ്പാനിഷ് ഡെൽറേ അല്ലെങ്കിൽ ലാലിഗ കിരീടങ്ങൾ,
എത്തിപ്പിടിക്കാത്ത നേട്ടങ്ങൾ കുറവാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ വേദിയിൽ. ഫിഫ ബെസ്റ്റ് പ്ലെയർ, അങ്ങനെ ഏത് ക്രമങ്ങൾ നോക്കിയാലും, ഏത് പുരസ്കാരങ്ങൾ, ഏത് അവാർഡുകൾ, ഏത് നേട്ടങ്ങൾ നോക്കിയാലും അതിലൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു പേരുണ്ട്. CR7 എന്നുള്ളത് അതൊരു ഫുട്ബോളിൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ 2 പതിറ്റാണ്ടിന് മുകളിലായിട്ടുള്ള ചരിത്രത്തിൻ്റെ പ്രധാന ഏടാണ് എന്നുള്ളതിൽ തർക്കമില്ല. അത്തരത്തിൽ ഫുട്ബോളിനെ മാറ്റിമറിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യം നമുക്കറിയാം, അതായത് വലിയ തോതിൽ ഡ്രിബ്ലിങ്ങിലും ഫേക്കിങ്ങിലും ഒക്കെ ശ്രദ്ധേയനായിരുന്ന റൊണാൾഡോ ഓരോ സമയത്തും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കാണാൻ കഴിയുമായിരുന്നു. ആദ്യം ഫേക്കിംഗ് ആയിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം ഫ്രീ കിക്കുകൾ, പെനാൽറ്റികൾ, അങ്ങനെ സെറ്റ് പീസുകൾ എടുക്കുന്നതിൽ ശ്രദ്ധേയനായി. റൊണാൾഡോയ്ക്ക് ഈ പെനാൽറ്റി മികവ് കൊണ്ട് തന്നെ പെനാൽഡോ എന്നുള്ള പേരും ചില സമയത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗോളാഘോഷ രീതി, സ്യൂ എന്നുള്ള ശബ്ദമുണ്ടാക്കി അദ്ദേഹം നെഞ്ചുവരിച്ച് 2 കൈയും താഴോട്ടു നീട്ടി 2 കാലുകളും അകത്തി വെച്ച് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. ആ നിൽപ്പൊക്കെ കാണാൻ വേണ്ടി കാത്തിരുന്നവരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയിലെ പോർച്ചുഗലിൻ്റെ ആരാധകർ. പ്രത്യേകിച്ചും ഈ പുതുതലമുറ വല്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരാധിക്കുന്നത് കാണാം. പ്രത്യേകിച്ചും ജെൻസി സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന ആ തലമുറയ്ക്ക് ക്രിസ്ത്യാനോയാണ് സൂപ്പർ താരം. ലയണൽ മെസ്സിയുടെ മാന്ത്രിക സ്പർശങ്ങളെക്കാൾ അവർ റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്കും അദ്ദേഹത്തിൻ്റെ ഗോളടി മികവും സൗന്ദര്യാത്മകമായിട്ടുള്ള ചലനങ്ങളുമായിരിക്കാം. പക്ഷേ എന്താണെങ്കിലും അതൊക്കെ ലോകവേദിയിൽ നിന്നും അന്യമാവുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങുന്നു. പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പുറത്താവുന്നു. മെറീനോ, സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ മെറീനോ ആണ് ഇഞ്ചുറി ടൈമിൽ അവസാന വിസിലിന് തൊട്ടു മുൻപ് സ്പെയിന് ഗോൾ സമ്മാനിച്ച് ജയം സ്വന്തമാക്കുന്നത്. അത്ര മികച്ച മത്സരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു എഡ്ജ് കൂടുതൽ ആ മത്സരത്തിൽ അത് സ്പെയിന് തന്നെയായിരുന്നു. സ്പെയിനാണ് കൂടുതൽ സമയം പന്ത് നിലനിർത്തിയതും ഒക്കെ. 55% ബോൾ പൊസിഷൻ സ്പെയിനായിരുന്നു. കൂടുതൽ ഷോട്ട് ഉതിർത്തത് സ്പെയിനാണ്. കൂടുതൽ പാസുകൾ കളിച്ചത് സ്പെയിനാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാന മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഗോൾ നേടാൻ സ്പെയിൻ. എന്തായാലും സ്പെയിൻ മുന്നേറുകയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും ഇത് സങ്കട കണ്ണീരിൻ്റെ ദിവസമാണ്. റൊണാൾഡോയെ ഇത്രമാത്രം വികാരാധീനനായി കണ്ടിട്ടില്ല. ചില താരങ്ങളൊക്കെ, പോർച്ചുഗൽ ടീമിലെ ചില താരങ്ങൾ റൊണാൾഡോയെ ആശ്വസിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. പക്ഷേ പൊട്ടിക്കരഞ്ഞ് അദ്ദേഹം ഡഗ്ഔട്ടിലേക്ക് നടന്നു നീങ്ങുന്നത് അതൊരു സങ്കടകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. കണ്ണു നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി വിതുമ്പിക്കൊണ്ട് റൊണാൾഡോ ലോകകപ്പ് വേദിയിൽ നിന്നും തിരികെ കയറി. രഞ്ജിത്ത്, തീർച്ചയായും ഏതായാലും പോർച്ചുഗലിനുമടക്കം ക്രിസ്ത്യാനോയ്ക്കുമടക്കം 6 ലോകകപ്പുകളെ ത്രസിപ്പിച്ച, കോരിത്തെരിപ്പിച്ച സൂപ്പർ താരമാണ് ഇപ്പോൾ ആരാധകർക്ക് നിരാശ സമ്മാനിച്ച് മടങ്ങുന്നത്. ഒരു ലോകകപ്പ് പോലും റൊണാൾഡോയ്ക്ക് സ്വന്തമാക്കാനായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടം. പക്ഷേ എന്നും ഓർമ്മിക്കപ്പെടും റൊണാൾഡോ, അദ്ദേഹത്തിൻ്റെ കാൽച്ചുവടുകൾ, പന്തുകൾ, അദ്ദേഹം അടിച്ച ഗോളുകളൊക്കെ എത്രയോ ആരാധകരെ ത്രസിപ്പിച്ചതാണ്. റൊണാൾഡോ എന്ന ഇതിഹാസം അങ്ങനെ വിടവാങ്ങുന്നു. മറ്റു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പാർബോവോ സുബിയാൻഡോയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഇന്ന് നടക്കും. വ്യാപാരം, പ്രതിരോധം, മാരിടൈം സെക്യൂരിറ്റി അടക്കം വിവിധ മേഖലകളിൽ സഹകരണത്തിന് ധാരണാപത്രം ഒപ്പിടും. പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യയിൽ ഊഷ്മള സ്വീകരണം കിട്ടി. വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മോദിയെ സ്വീകരിക്കാനെത്തിയതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറി. ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ അനുഗമിക്കുന്ന സുഖോയ് അടക്കമുള്ള വിമാനങ്ങൾ. അത് ഇന്തോനേഷ്യ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് സുഖോയ് വിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ അനുഗമിച്ചുകൊണ്ട് അയച്ചത്. അതും ഒരു അപൂർവ കാഴ്ചയായി. മോദിയോടുള്ള രാജ്യത്തിൻ്റെ സ്നേഹം, അഭിമാനം അവർ പ്രകടിപ്പിച്ചു. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, തുടർച്ചയായ സന്ദർശനങ്ങളാണ് പ്രധാനമന്ത്രിക്ക്. വിവിധ കരാറുകളിൽ ഒപ്പിടുന്നുണ്ട്. ഏതായാലും തന്ത്രപ്രധാനമായ പല കാര്യങ്ങളുടെയും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം, അല്ലേ? രഞ്ജിത്ത്, 6 ദിവസം ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി മോദി ഇന്നലെയാണ് പുറപ്പെട്ടത്. അദ്ദേഹം ജക്കാർത്തയിൽ എത്തിയിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഇന്തോനേഷ്യൻ അതിർത്തിയിൽ എത്തിയത് മുതൽ, അതിർത്തിയിൽ പ്രവേശിച്ചത് മുതൽ
ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ നരേന്ദ്രമോദിയുടെ വിമാനത്തിന് അകമ്പതി സേവിക്കുകയും ചെയ്തിരുന്നു. ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ ഒരു സുഖോയ് 30 വിമാനവും ഒരു F-16 വിമാനവുമാണ് മോദിയുടെ വിമാനത്തിന് അകമ്പടിയായി എത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. അത്തരത്തിൽ വലിയ തോതിൽ ആവേശകരമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയിൽ ലഭിച്ചത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. പ്രധാനമായും പ്രതിരോധം, ഊർജ്ജം, അതോടൊപ്പം തന്നെ മാരിടൈം സെക്യൂരിറ്റി അടക്കമുള്ള വിഷയങ്ങളിലാണ് ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നിർണായകമായി നടക്കുക. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പിടുകയും ചെയ്യും. പ്രതിരോധ രംഗത്തെ നിർണായക ചർച്ചകളാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ അത് ഇന്തോനേഷ്യയ്ക്ക് കൈമാറുന്നതിലടക്കം നിർണായക ചർച്ചകൾ നടക്കും. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തിരുന്നു. അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ തോതിൽ ബ്രഹ്മോസ് മിസൈലുകൾക്ക് പ്രചാരം വർദ്ധിച്ചിട്ടുണ്ട്. അതുമുതലാണ് ചർച്ചകൾ സജീവമായത്. ആ ചർച്ചകളുടെ ഒരു തുടർ ചർച്ചകളാവും ഇത് നടക്കുക. ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കൈമാറുന്നതിലടക്കം നിർണായക ധാരണാപത്രങ്ങളിൽ ഇന്ന് ഒപ്പിടുമോ എന്നതാണ് കാത്തിരിക്കേണ്ടത്. മറ്റൊന്ന്, അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ്. ലോകത്തിലെ തന്നെ 21% നിക്കൽ ശേഖരമുള്ള രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. കോപ്പർ, ബോക്സൈറ്റ്, ടിൻ അടക്കമുള്ള ഉൽപ്പാദനവും ഇന്തോനേഷ്യയിൽ കൂടുതലാണ്. ഇക്കാര്യങ്ങളിലൊക്കെ വ്യാപാര രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണ കരാറിൽ ഒപ്പുവെക്കും എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. മാത്രമല്ല, ഇന്തോനേഷ്യയിലെ പ്രധാന ശിവക്ഷേത്രവും ഇന്ന് മോദി സന്ദർശിക്കും. മോദിക്കൊപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റും ഉണ്ടാകും. അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്കാണ് അദ്ദേഹം പോവുക. മെൽബണിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം സന്ദർശിക്കും. അതോടൊപ്പം തന്നെ വ്യവസായികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മറ്റൊന്ന്, ഏറ്റവും നിർണായകമായ ഈ 3 ലെഗ് ടൂറിൻ്റെ ഏറ്റവും അവസാനം ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡ് ഒരു വലിയ 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയാണ്. എന്തായാലും മോദി ഇന്തോനേഷ്യയിൽ എത്തിയിരിക്കുന്നു. ഇന്ന് നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി മോദിയെ സ്വീകരിച്ചിരിക്കുന്നു. പ്രതിരോധം, ഊർജ്ജം, അതോടൊപ്പം തന്നെ ഭക്ഷ്യം, മാത്രമല്ല മാരിടൈം സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രഞ്ജിത്ത്, കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മോദിക്ക് ആവേശകരമായ സ്വീകരണമാണ് ഇന്തോനേഷ്യയിൽ കിട്ടിയത്. ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അവരും മോദിയെ കണ്ടതിൻ്റെ തൊട്ടതിൻ്റെ ആവേശത്തിലാണ്. तो आपने देखा कि किस तरह से प्रधानमंत्री का स्वागत किया। മറ്റു വാർത്തയിലേക്ക് പോകണം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് കുവൈറ്റിലെത്തും. വ്യാഴാഴ്ച വരെയാണ് സന്ദർശനം. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ബഹുമുഖ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. കുവൈറ്റ് ഭരണ നേതൃത്വം, വിദേശകാര്യമന്ത്രി, പ്രവാസ സമൂഹം എന്നിവരുമായി സന്ദർശനത്തിനിടെ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ ഉഭയകക്ഷി കരാറുകളുടെ പുരോഗതിയും വിലയിരുത്തും. US ഇറാൻ സമാധാന ചർച്ചകളുടെയും വെടിനിർത്തൽ ശ്രമങ്ങളുടെയും പശ്ചാത്തലത്തിൽ മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ചയാകും. ഹോർമുസ് കടലിടുക്കിലെ അന്തരീക്ഷം ഇന്ത്യയുടെ ഇന്ധനവിലയെ ബാധിച്ച പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ, സാമ്പത്തിക പ്രാധാന്യമുണ്ട്. ഇന്നലെയാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട യോഗം അയോധ്യയിൽ ചേർന്നത്. അയോധ്യയിലെ രാം മന്ദിറിലായിരുന്നു യോഗം. സംഭാവന തട്ടിപ്പ് തന്നെയായിരുന്നു പ്രധാന ചർച്ച. ചമ്പത് റായിയുടെ രാജി ഇന്നലെയാണ് അംഗീകരിച്ചത്. താൽക്കാലിക ചുമതല ട്രസ്റ്റ് സെക്രട്ടറിയുടെ കൃഷ്ണമോഹന് നൽകി. ട്രസ്റ്റിൻ്റെ നിർണായക യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഈ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ട്രസ്റ്റ് സ്വീകരിച്ചു. ഇടക്കാല ചുമതലയാണ്. ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറി വരുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ഈ മാസം തന്നെ 19-നും 20-നും ഡൽഹിയിൽ ചേരുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗമുണ്ട്. അതിലായിരിക്കും തീരുമാനമുണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭക്തരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് താൽക്കാലിക സെക്രട്ടറി വ്യക്തമാക്കിയ പശ്ചാത്തലം പ്രധാനമാണ്. ये जो श्री राम जन्मभूमि में दर्शन करते समय जो दर्शनार्थी देते हैं, दान करते हैं, अर्पित करते हैं, उसका हम जो जो न्यास के
एम्स एंड ऑब्जेक्टिव्स हैं, उसको ध्यान में रखते हुए उस लक्ष्य की प्राप्ति के लिए जो भी करना है हम उसको उसी को करेंगे और पारदर्शी रूप से करेंगे। सभी को बताया जाएगा बाद में जब हो जाता है, क्योंकि बीच में उस तरफ की जानकारी कुछ प्रोसेस में होता तब न कह करके पूरा जब बन जाता है उसको पूरे पारदर्शी ढंग से इस बात को कहा जाएगा, दिखाया जाएगा, सभी को बताया जाएगा, जिससे कि समाज में हमारे इस न्यास के प्रति जो अविश्वास की जो बात जगी है उसको मैं फिर से पुनर्स्थापित कर सकूंगा, ऐसा मेरा विश्वास है। इसमें आप सभी लोगों का सहयोग लगेगा, सहकार्य लगेगा। साथ में जो मीडिया है उससे मेरा निवेदन है कि जो सत्य बातें हैं उसी को प्रसारित करें। कुछ पूछना है, जो न्यास के लोग हैं उनसे, जो अधिकृत लोग हैं उन्हीं से पूछें, आपको सही जानकारी मिलेगी। केवल प्रोसेस होते समय उस बात को नहीं बताता, जब अंतिम हो जाता है तब उस बात को आपके मीडिया में अवश्य रखा जाएगा, आगे भी रखा जाएगा। ये आपको मैं निवेदन करता हूँ। മറ്റൊരു വാർത്തയിലേക്ക്. എൻ ശേഷാദ്രിനാഥൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഇന്ന് ചുമതലയേൽക്കും. വിരമിച്ച ജില്ലാ ജഡ്ജിയാണ് അദ്ദേഹം. ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ വലിയ വിമർശനം ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ അവഗണിച്ച് മുഖ്യമന്ത്രി ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ശേഷാദ്രിനാഥൻ സംഘപരിവാർ അനുകൂലിയാണെന്നും മറ്റുമായിരുന്നു വിമർശനം. പക്ഷേ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ മുഖ്യമന്ത്രിക്കൊപ്പം നിന്നു. ഒടുവിൽ നിയമനമായി ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്നിപ്പോൾ ചുമതല ഏൽക്കുകയുമാണ്. PSC ആസൂത്രണ ബോർഡ് തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണത്തിൽ സർക്കാരിൻ്റെ തീരുമാനം നാളെ മന്ത്രിസഭായോഗമുണ്ട്. ഇന്നലെയാണ് PSCയുടെ സുപ്രധാനമായ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ ഈ തട്ടിപ്പടക്കം, ഈ PSCയിലെ അംഗങ്ങളടക്കം ഈ തട്ടിപ്പ് ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ്. ചെയർമാൻ ഒറ്റപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നാളെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, ഒരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണമൊക്കെയാണ് PSC പ്രഖ്യാപിച്ചത്. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ നേരിട്ട് ഈ വിഷയം അന്വേഷിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നാളത്തെ മന്ത്രിസഭായോഗം ഈ അന്വേഷണം അടക്കം പ്രഖ്യാപിക്കും. പ്രത്യേക ടീമിനെ തന്നെ ഇതിനായി നിയോഗിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തലകൾ പലതും ഉരുളും, സംശയമില്ല. പോലീസിൻ്റെ സാന്നിധ്യം PSCയിൽ ഉറപ്പാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി VD സതീശനും ഈ വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിന് ശേഷമാണ് തീരുമാനമുണ്ടായത്. ഇന്നലെ ആഭ്യന്തരമന്ത്രി അറിയിച്ചിരുന്നു മന്ത്രിസഭായോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാകുമെന്ന കാര്യത്തിൽ. അത് നടപ്പിലാക്കാൻ പോവുകയുമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞു. വലിയ ഒരു പരാജയം ഇടതുപക്ഷത്തിന് സംഭവിച്ചു. പക്ഷേ അതിനുശേഷം ആ മുന്നണി അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവർക്കൊരു യോഗം ചേരാൻ സാഹചര്യം ഉണ്ടാകുന്നില്ല. CPM-ഉം CPI-യും തമ്മിൽ വലിയ തർക്കം, അത് പരസ്യമായി തന്നെ ആ തർക്കം നീളുന്ന പശ്ചാത്തലമുണ്ട്. ഈ CPM-ൻ്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മുന്നണിയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇതിനിടയിൽ ഇന്ന് ചേരുന്ന പശ്ചാത്തലം പ്രധാനമാണ്. CPI-യുമായുള്ള പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം മുന്നണി യോഗം മതി എന്നുള്ള തീരുമാനത്തിലൊക്കെ ആയിരിക്കുമോ കാര്യങ്ങൾ എത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റ് ഘടകകക്ഷികളും വലിയ അസംതൃപ്തിയിലാണ്. ഉടൻ യോഗം ചേരണമെന്ന അഭിപ്രായം CPM-നുണ്ട്. CPM സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കും. യോഗ തീയതിയും പ്രഖ്യാപിക്കും. ഒപ്പം പാർട്ടി വിമതർ നമുക്കറിയാം, കുഞ്ഞികൃഷ്ണനെയും ഗോവിന്ദനെയും ഒക്കെ സ്വാഗതം ചെയ്ത പശ്ചാത്തലം കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് അത് വീണ്ടും MV ഗോവിന്ദൻ അത് നിരസിച്ചിരുന്നു. അഭിപ്രായ ഭിന്നതയുണ്ട് നേതാക്കൾക്കിടയിൽ. അങ്ങനെ ആകപ്പാടെ നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ ആ സംവിധാനത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെയുള്ള ചർച്ച ഇന്നൊരു പക്ഷേ ഉണ്ടായേക്കും. വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡിലെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വിധി പറയും. ഈ ആക്രമണത്തിന് ശേഷം IP ബിനു അടക്കമുള്ള പ്രധാനപ്പെട്ട CPM DYFI നേതാക്കൾ ജയിലിലാണ്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കോടതി നേരിട്ട് പരിശോധിക്കണമെന്ന പ്രോസിക്യൂഷൻ്റെ ഹർജി
തിരുവനന്തപുരം സെഷൻസ് കോടതി അംഗീകരിച്ചതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വസതിയിൽ ED റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രതികൾക്ക് കോടതിയുടെ തീരുമാനം ഏറെ നിർണായകമാണ്. അമ്മയിലെ താരസംഘടനയായ അമ്മയിലെ നാണംകെട്ട പോര് അത് തുടരുകയാണ്, സംശയമില്ല. ഇന്നലെയും വിവിധ രാജികൾ സംഭവിച്ചു. രേവതി രാജിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനിടയിൽ അൻസിബ ഹസൻ നൽകിയ കേസുണ്ട്. ടിനി ടോമിനെതിരെ നൽകി, ലക്ഷ്മിപ്രിയക്കെതിരെ നൽകി. ടിനി ടോമിനെതിരെ കേസെടുത്തു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ലക്ഷ്മിപ്രിയക്കെതിരെയും കേസെടുത്തിരിക്കുന്നുവെന്നാണ്. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെതിരെയും കേസുണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് കോടതി നിർദ്ദേശപ്രകാരം തൃപ്പൂണിത്തുറ പോലീസ് ഇപ്പോൾ കേസ് FIR എടുത്തിരിക്കുന്നത്. വാട്സപ്പ് സന്ദേശം അയച്ചതിൻ്റെ പേരിൽ തന്നെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അൻസിബയുടെ പരാതി. ഇതിനിടയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ രേവതിയും പത്മപ്രിയയും താരസംഘടനയിൽ നിന്ന് രാജിവെച്ചത്. അത് മാത്രമല്ല, പരസ്പരമുള്ള വിഴുപ്പിളക്കലൊക്കെ തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. രമേശ് പിഷാരടിയുമായി ബന്ധപ്പെട്ട, ശ്വേതയുമായി ബന്ധപ്പെട്ട ഓഡിയോ പുറത്തു വന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ താരസംഘടന കടന്നു പോവുകയാണ്. ഡാനി ഇപ്പോൾ ചേർന്ന്. ഡാനി, ഇതിപ്പോൾ ഒരു പരിഹാരവുമില്ലാതെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീളുകയാണ്. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. ഇടപെടേണ്ടവർ ഇടപെടുന്നില്ല. സീനിയർ താരങ്ങളും ജൂനിയർ താരങ്ങളും ഒക്കെ താരസംഘടനയെ കൈവിട്ട മട്ടാണ്. പ്രമുഖ താരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തില്ല. അങ്ങനെ ആകപ്പാടെ ഒരു വല്ലാത്ത ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു, അഡ്ഹോക് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു. അവരും പ്രവർത്തനം നിർത്തി സ്ഥലം വിട്ടു. എന്താണ് സംഭവിക്കുന്നത്? അമ്മയിൽ എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ ഈ പ്രശ്ന പരിഹാരത്തിന് ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ സീനിയർ താരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ നേരിട്ട് രംഗത്തിറങ്ങി ഇത് നിയന്ത്രിച്ചാൽ മാത്രമേ ഒരു പക്ഷേ ഈ വിവാദങ്ങൾ അടങ്ങി അമ്മ അതിൻ്റെ ഒരു പഴയ ഫോർമാറ്റിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതാണ് പൊതുവെയുള്ള സിനിമാ രംഗത്തെ ഒരു പറച്ചിലെന്ന് പറയുന്നത്. പക്ഷേ ഇവരാരും തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണം നടത്തുകയുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ശ്വേതാമേനോൻ പറഞ്ഞത് തനിക്ക് ഇവരുടെ എല്ലാം പിന്തുണയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത മണിക്കൂറിൽ തന്നെ അൻസിബയുടെ ഒരു പ്രതികരണവും വന്നു. അത് മാത്രം അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു മറ്റുള്ളവരും പറഞ്ഞത്. അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അവർ നേരിട്ട് വ്യക്തമാക്കട്ടെ എന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം വന്നത്. ഏതായാലും ഒരാളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രതികരണം വന്നിട്ടില്ല. ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് വഷളാകുന്നു. അതുമാത്രവുമല്ല, ഓരോരുത്തര തങ്ങളെ വിളിക്കുന്ന ഫോൺ കോളുകളടക്കം റെക്കോർഡ് ചെയ്ത് അവർ തന്നെ മാധ്യമങ്ങളെ ഏൽപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ മാറി. അത്രത്തോളം പരസ്പര വിശ്വാസമില്ലാത്തവരുടെ കൂട്ടമായിട്ട് അമ്മ മാറിയിട്ടുണ്ട്. താരസംഘടന മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇക്കാര്യത്തിലില്ല. ആ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോയിരുന്നു. ഒരു വശത്ത് കേസുകൾ ആ രീതിയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് അൻസിബ വേഴ്സസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിൽ അൻസിബയ്ക്കെതിരെ ആദ്യഘട്ടത്തിലൊരു പരാതികൾ വന്നു. പിന്നീട് അൻസിബ ആ പരാതിയിലേക്ക് നേരിടാൻ തീരുമാനിക്കുന്നു. അൻസിബ നൽകുന്ന ആ പരാതിയിൽ പോലീസ് നടപടികൾ എടുക്കാതെ വരുമ്പോൾ അത് അൻസിബ കോടതിയിലേക്ക് നീങ്ങുന്നു. കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ആ കേസുകൾ വന്നിരിക്കുന്നു എന്നതാണ്. ഒന്ന്, കോടതി നിർദ്ദേശപ്രകാരം ടിനി ടോമിനെതിരായ ആ കേസ് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അൻസിബ കോടതി വഴി നൽകിയ തന്നെ ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവ് ജയേഷ്, അതോടൊപ്പം തന്നെ അവിടുത്തെ SI ആയ വനിതാ രേഷ്മ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കാരണം ഇവരെ മറ്റൊരു പരാതി, ഒരു വാട്സപ്പ് സന്ദേശത്തിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു എന്ന് അൻസിബ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൽ പിന്നീട് പോലീസ് അന്വേഷിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തിട്ട് നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അൻസിബ കോടതിയിലേക്ക് പോയത്. തുടർന്ന് ഇപ്പോൾ കോടതി കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയ ഉടൻ തന്നെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു തുടർ നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യും.
അങ്ങനെ കേസും വക്കാണവുമായിട്ട് ഈ താരസംഘടന വളരെയധികം തന്നെ ആളുകളുടെ ഇടയിൽ അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ മുതിർന്ന നടി രേവതി, അതോടൊപ്പം തന്നെ പത്മപ്രിയ എന്നിവർ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ രാജിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഇവരെ ഈ അമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രവർത്തനത്തിലും പങ്കെടുക്കാതെ ഇരുന്നു. അതൊന്നും നടി ആക്രമണ കേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഇവരുടെ ഒരു നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് അവരതിൽ നിന്ന് നിസ്സഹകരണം പ്രഖ്യാപിച്ച് മാറി നിന്നത്. അവർ പറയുന്നു ഇപ്പോൾ ഉള്ള രാജി ഈ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ളതല്ല, തങ്ങളുടെ ഒരു ആത്മാഭിമാനം പ്രഖ്യാപിക്കലാണ്. സംഘടനയിൽ മറ്റു മാറ്റങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് തങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെക്കുന്നത് എന്നതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അമ്മയിലെ ഈ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കലഹവും എല്ലാം തന്നെ ഇടപെട്ട് പരിഹരിക്കണമെങ്കിൽ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് രംഗത്തിറങ്ങി മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ പറയുന്നു. പക്ഷെ അവരാരും തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേയായി അത്ര കണ്ട് സജീവമല്ല. ഈ അമ്മയുടെ പൊതുയോഗങ്ങളിൽ വന്നു പോകുന്നവർ മാത്രമാണ്. കാരണം അവർ കൂടി വന്നില്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു കൂട്ടായ്മ നഷ്ടപ്പെടുമെന്ന രീതിയിലാണ് അവർ വരുന്നത്. മറ്റു ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർ വരുന്നില്ല. ഇനി താരസംഘടനയുടെ കെട്ടുറപ്പിക്കാനായിട്ട് ഇവർ നേരിട്ട് വരേണ്ടി വരും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. രഞ്ജിത്ത. ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്, കഴിഞ്ഞ ദിവസമാണ് കോറോ ഹെൽത്ത് കമ്പനിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 800 പേർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അതിതീവ്രമാണ്. 800 കുടുംബങ്ങളാണ് ആ തരത്തിൽ വഴിമുട്ടുന്നത്, അവരുടെ ജീവിതമാണ് വഴിമുട്ടുന്നത്. ഒരു കോറോ ഹെൽത്ത് കമ്പനി ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ കാര്യക്ഷമമായി തന്നെയുണ്ട്. തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണൻ നേരിട്ട് മാനേജ്മെൻറ്റുകളിൽ ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ പക്ഷേ തൊഴിൽ വകുപ്പ് വിളിച്ച ചർച്ചയിൽ ലേബർ കമ്മീഷണറൊക്കെ പങ്കെടുത്ത ചർച്ചയിൽ ഈ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ പങ്കെടുത്തില്ല. പക്ഷേ ഇന്നലെ യുവജന സംഘടനകൾ ഇടപെട്ട് ഈ തൊഴിലാളികളെ കമ്പനിക്കുള്ളിലേക്ക് കയറ്റിവിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇന്നും സമാനമായി തന്നെ ഈ ജീവനക്കാർ കമ്പനിയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബിന്ദു കൃഷ്ണ ഈ കമ്പനി പ്രതിനിധികളുമായി മാനേജ്മെൻറ്റുകളുമായി വെള്ളിയാഴ്ച നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ജീവനക്കാർ, ഉമാ തോമസ് MLA ഒക്കെ ഈ വിഷയത്തിൽ അവർ ചർച്ചകൾ നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ച ചർച്ച നടക്കുന്നതുവരെ സ്ഥാപനം പ്രവർത്തിക്കുമെന്ന് തീരുമാനവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം. ഇതിനകം തന്നെ ഈ പിരിച്ചുവിടലടക്കമുള്ള നടപടികൾ കമ്പനി പൂർത്തിയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സർക്കാരിൻ്റെ ഇടപെടൽ, തൊഴിൽ വകുപ്പിൻ്റെ ഇടപെടൽ, ലേബർ കമ്മീഷണറുടെ ഇടപെടൽ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ ഈ ജീവനക്കാർക്ക്? രഞ്ജിത്ത് പറഞ്ഞ ആ ഒരു വരി തന്നെയാണ് ശരി. കമ്പനി അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പിരിച്ചുവിടൽ അടക്കമുള്ള കാര്യങ്ങളിലെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിയിരിക്കുന്നു. അവരുടെ ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ അവരുടെ ഒരു വിഹിതം അക്കൗണ്ടിലേക്ക് നൽകി എന്ന രീതിയിലുള്ളൊരു വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരിക്കുന്നു. പക്ഷേ വിഷയം 800ഓളം പേർ 900 അടുത്ത ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഒരു സുപ്രഭാതത്തിൽ ഒരൊറ്റ മെയിലിൽ ജോലി നഷ്ടപ്പെട്ടു എന്നതാണ് അതൊരു വലിയ വിഷയമായിട്ട് കാണുന്നത്. പക്ഷേ ഇതിന് അവർ ആനുപാതികമായിട്ട് രാജ്യത്ത് നടപ്പാക്കിയ തൊഴിൽ നിയമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി എല്ലാം തന്നെ എല്ലാ ചർച്ചകളുടെ ഭാഗത്തു നിന്ന് നിലവിലുണ്ട് എന്നത് സത്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ വിഷയത്തിൽ സർക്കാർ വളരെ അടിയന്തരമായിട്ട് ആദ്യ വാർത്തകൾ കണ്ടുകൊണ്ട് തന്നെ ഇടപെടൽ നടത്തിയിരുന്നു. ഇപ്പോൾ നിലവിലുള്ള കാര്യമെന്ന് പറയുന്നത് 10-ാം തീയതി തൊഴിൽ വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയുണ്ട്. അതിൽ കമ്പനി മാനേജ്മെൻറ്റുകൾ പങ്കെടുക്കണം എന്നത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ മന്ത്രിയുമായി മാത്രമേ ചർച്ച നടത്തൂ എന്ന് വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് ഇന്നലെ ലേബർ വകുപ്പുമായി നടത്തിയ ഇതിലൊന്നും അവർ ചർച്ച നടത്തിയിട്ടില്ല. മന്ത്രി പങ്കെടുത്താൽ മാത്രമേ തങ്ങൾ ഉണ്ടാകൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ലേബർ ഓഫീസർ പങ്കെടുത്ത ചർച്ചയിൽ അവരുണ്ടായിരുന്നില്ല. കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ മാത്രമാണ് വന്നത്. ആ ചർച്ചയിൽ ധാരണയായത് ഇത് മാത്രമാണ്. കാരണം 10-ാം തീയതി വരെയും ആ ഓഫീസിൽ ഇപ്പോൾ 600ഓളം പേർ കൊച്ചിയിൽ ഓഫീസിലുണ്ട്, കോഴിക്കോട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഫീസുകൾ അവർക്ക് കയറി ഇരിക്കാനുള്ള ഒരു സാഹചര്യം, അവിടുത്തെ ഒരു പൊതു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, ക്യാൻറ്റീനും അത് ശൗചാലയങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള ഒരു അനുമതി നൽകുക എന്നത് മാത്രമാണ് ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. അവർ ഇന്നും അടുത്ത ദിവസങ്ങളിലും അവരെ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് ആ സ്ഥലങ്ങളിൽ അവർക്ക് ചെന്നിരിക്കാം, അവരുടെ സീറ്റുകൾ ഉപയോഗിക്കാം.
അവിടുത്തെ പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുക. ഇന്നലെ അവർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാറിയിരിക്കുന്നു. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അകത്ത് സാങ്കേതികമായി അവർക്ക് കയറി ഇരിക്കാമെന്നത് ആണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇന്നലെ തന്നെ ഉച്ച കഴിയുന്നതോടെ അവർക്ക് അവിടേക്ക് കയറി ഇരിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ആയിട്ടുണ്ട്. ഇന്നും അടുത്ത ദിവസങ്ങളിലുമായിട്ട് ഈ രീതിയിൽ തന്നെ പോകും. 10-ാം തീയതിയും ഇത് തന്നെയായിരിക്കും. 10-ാം തീയതി വരെയും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതിനുശേഷം ഈ മന്ത്രിതല ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടാകുന്നു എന്നതാണ്. കമ്പനി അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുഭാവപൂർവമായ ഒരു സമീപനത്തിൻ്റെതായ എന്തെങ്കിലും ഒന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പ്രതിഷേധങ്ങൾ കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തൊഴിലാളി സംഘടനകളും മറ്റ് ബഹുജന സംഘടനകളും മുന്നോട്ട് പോകുന്നുണ്ട്. AYF അടുത്ത ദിവസങ്ങളിൽ 9-ാം തീയതി മാർച്ച് നടത്തുന്നുണ്ട്. INTUCയുടെ വക പ്രതിഷേധമുണ്ട്. DYFI കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇനി അത്തരം കാര്യങ്ങളിൽ സർക്കാർ കൂടി സമ്മർദ്ദം ശക്തമാക്കി ഈ തീരുമാനങ്ങൾ കുറച്ച് നാളത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനോ അങ്ങനെ ഏതെങ്കിലും രീതിയിലേക്ക് പോകുമോ എന്നതാണ് അറിയേണ്ടത്. ഇന്നലെ ലേബർ ഓഫീസ് പറഞ്ഞത് 100 പേരിൽ കൂടുതലുള്ള ഒരു കമ്പനി അവിടെ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടണമെങ്കിൽ കൃത്യമായും ന്യായമായും ഇവിടുത്തെ തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിലേക്ക് പോകണം. നിലവിലുള്ള നിയമം അനുസരിച്ചുകൊണ്ട് അവർക്ക് നോട്ടീസ് നൽകുകയും സാവകാശം നൽകുകയും വേണമെന്നതാണ് ലേബർ ഓഫീസ് പറഞ്ഞത്. എന്തായാലും അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പരിശോധിക്കപ്പെടും. ഒപ്പം തന്നെയും വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ 10-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ മന്ത്രിതല ചർച്ചയിൽ നിന്ന് കമ്പനി നേരിട്ട് പങ്കെടുത്തില്ല എങ്കിൽ അവർക്കെതിരെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. ഏതായാലും അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ ദിവസങ്ങളിൽ അവർക്ക് കമ്പനിക്കകത്ത് ഓഫീസിനകത്ത് കയറി ഇരിക്കാൻ കഴിയുമെന്നത് മാത്രമാണ് ഇന്നലത്തെ ചർച്ചയിലുണ്ടായ ഒരു നീക്കുപോക്ക്. രഞ്ജിത്ത്. ശരി ഡാനി. റബ്ബർ ബോർഡ് അംഗങ്ങളായ ആന്റണി MP-യും രാജ്യസഭാ MP-യായ ക്യാപ്റ്റൻ ബ്രജേഷ് ചൌട്ട, രാജീവ് ഭട്ടാചാര്യ എന്നിവരെയും നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടതായി റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. 3 വർഷത്തേക്കാണ് നിയമന കാലാവധി. 3 വർഷമോ ലോക്സഭ രാജ്യസഭാംഗത്വ കാലാവധി അവസാനിക്കുന്നത് വരെയോ ആയിരിക്കും നിയമനം. കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നമുക്കറിയാം, അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിലും ഇറാഖിലുമായി പുരോഗമിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ശനിയാഴ്ച ആരംഭിച്ചു. ഏതാണ്ട് 5-6-7 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ വിപുലമായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട ഇറാനിൽ ഉടനീളമുള്ളത്. ഇറാന്റെ തെരുവുകളിൽ ജനങ്ങൾ അണിനിരന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് അവിടെ നിരന്നിരിക്കുന്നത്. ഇന്നലെ കണ്ട കാഴ്ച അമേരിക്കയ്ക്കെതിരെയും ഒപ്പം ഇസ്രായേലിനെതിരെയും വലിയ കൊലവിളി മുദ്രാവാക്യമൊക്കെ ട്രംപിനെതിരെ പ്രത്യേകിച്ച് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇതിൽ പ്രകോപിതനായ ട്രംപ് വീണ്ടും ഇറാനെതിരെ വലിയ ഭീഷണി മുഴക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ കരാറുണ്ടാക്കൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി ഞങ്ങൾ പൂർത്തിയാക്കും എന്നാണ് മുന്നറിയിപ്പ്. ജോലി പൂർത്തിയാക്കാൻ പ്രയാസമില്ല എന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പറയുകയാണ്. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ തുടരുന്നതിനിടയിലാണ് ട്രംപിൻ്റെ ഈ ഭീഷണി എന്നതും ഏറ്റവും പ്രധാനമാണ്. മുംബൈയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. നഗരത്തിലുടനീളം തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്കൂളുകൾക്ക് ജൂലൈ 7 ചൊവ്വാഴ്ച ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുംബൈ, താനെ, റായ്ഗഡ്, പൂനെ, നാസിക്, ഘട്ടുകൾ എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ടാണ്. ഈ മേഖലകളിലൊക്കെ വലിയ ഗതാഗത തടസ്സമുണ്ട്. ഖണ്ടാല എക്സിറ്റിന് സമീപം മിസ്സിംഗ് ലിങ്ക് സെക്ഷനിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ഏതായാലും പലതരത്തിലുള്ള യാത്രാ തടസ്സം ഉണ്ടായിട്ടുണ്ട്. റെയിൽ ഗതാഗതത്തിനും പ്രശ്നമുണ്ട്. എക്സ്പ്രസ് വേകളിലും വെള്ളം കയറിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നന്ദന ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നന്ദന, മഴയുടെ വല്ലാത്ത കെടുതി അനുഭവിക്കുകയാണ് മഹാരാഷ്ട്ര. അതിൽ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ മുംബൈ, നാസിക് അടക്കമുള്ള മേഖലകളിൽ ചെറിയ പ്രശ്നങ്ങളല്ല. ദൃശ്യങ്ങളിൽ പോലും നമുക്ക് കാണാം, ജലാശയങ്ങൾ നിറഞ്ഞിരിക്കുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, മുംബൈയിൽ കനത്ത മഴ തുടരുകയാണ്. മഴ കാരണം റോഡ് ഗതാഗതവും അതുപോലെ തന്നെ ട്രെയിൻ ഗതാഗതവും വലിയ രീതിയിൽ തടസ്സം നേരിടുന്നുണ്ട്. മുംബൈയിൽ നിന്നും പുറപ്പെടേണ്ട 10 ദീർഘദൂര ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് റെയിൽവേ. മുംബൈ, പൂനെ, താനെ, നാസിക് ഘട്ടുകൾ എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും ഈ മേഖലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമാവധി ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോം ചെയ്യാനാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
സർക്കാർ ഓഫീസുകൾ പകുതി ദിവസം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മഴ കാരണം വലിയ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കെട്ടിടം തകർന്ന് 6 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 5 പേർ കുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജീവമായിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. 11 21 07 01 077 എന്ന ഈ നമ്പറിലേക്ക് അടിയന്തര ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടാവുന്നതാണ്. ഒരു മാസം പെയ്യേണ്ട മഴയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് മുംബൈയിൽ പെയ്തത്. ഇതുതന്നെയാണ് സ്ഥിതിഗതികൾ ഇത്രയും രൂക്ഷമാവാൻ കാരണമായത്. നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വലിയ മഴക്കെടുതി അനുഭവിക്കുകയാണ് ഈ സംസ്ഥാനം, മഹാരാഷ്ട്ര സംസ്ഥാനം. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾക്ക് ഈ കെടുതി അനുഭവിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉയർന്നു വരികയാണ്. ഇപ്പോഴും അവിടെ റെഡ് അലേർട്ടാണ് പല മേഖലകളിലും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൃശ്യങ്ങൾ നമുക്കത്ര ഭീകരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി വാഹനങ്ങൾ കുടുങ്ങി ട്രെയിൻ റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന പശ്ചാത്തലവുമുണ്ടായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കു സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. നാളെ ആലപ്പുഴയ്ക്കും കോട്ടയത്തിനും എറണാകുളത്തിനും, അതായത് തെക്കൻ ജില്ലകളായ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവയ്ക്കും ഒപ്പം കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂര പറന്നുപോയി. 8 ക്ലാസ് റൂമുകൾക്ക് മുകളിലുള്ള റൂഫിംഗ് ഷീറ്റാണ് കാറ്റിൽ പറന്നുപോയത്. മേൽക്കൂരയുടെ ഷീറ്റ് ഉൾപ്പെടെയുള്ള ഭാഗം തെങ്ങിന്റെ മുകളിൽ കുടുങ്ങി. പാലാ നഗരസഭയിൽ ഭരണപ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ജോസ് കെ മാണി പ്രതികരിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു. സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തോടെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. കോൺഗ്രസിലെ എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിലില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. KPC നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ നിർണായകമാണ്. കേരള കോൺഗ്രസ് എമ്മുമായി തൽക്കാലം ഒരു ബാന്ധവം ആഗ്രഹിക്കാനാവില്ല. എന്നാൽ പാലയിലെ ഭരണം നിലനിർത്തുകയും വേണമെന്നാണ് പ്രതിസന്ധി. സ്വതന്ത്ര കൂട്ടായ്മയുമായി സഹകരിക്കാതെയുള്ള രാഷ്ട്രീയ നീക്കത്തിനാണ് കേരള കോൺഗ്രസ് എം ലക്ഷ്യമിടുന്നത്. അങ്ങനെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു ഭരണ സംവിധാനമായി പാല മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, അണിയറ നീക്കങ്ങൾ ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ്? സ്വതന്ത്ര കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താണ്? അവർക്കിപ്പോൾ രണ്ടുപേരുമായും ജോസ് കെ മാണിയുമായി സഹകരിക്കാനാവില്ല. ആ ജന്മശത്രുക്കളാണ്, സംശയമില്ല. ഇപ്പോഴത്തെ കോൺഗ്രസുമായി പ്രശ്നമുണ്ട്. കോൺഗ്രസിനും ഭരണം നിലനിർത്തേണ്ട വലിയ ബാധ്യതയുണ്ട്. ജോസ് കെ മാണിക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് അണിയറ നീക്കങ്ങൾ ശ്രീജിത്ത്? രഞ്ജിത്ത്, എങ്ങനെയെങ്കിലും പാലാ നഗരഭരണം നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്കാണ്, അല്ലെങ്കിൽ അത് തറക്കുക എന്നുള്ളതാണ് ഫലത്തിൽ കേരള കോൺഗ്രസ് എം ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഫലത്തിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. തർക്കങ്ങൾ ഉണ്ടാകുന്നു, വലിയ രൂക്ഷമായ തർക്കങ്ങളിലേക്ക് പോകുന്നു, പ്രമേയം പാസ്സാക്കുന്നു, അങ്ങനെ പിന്തുണ പിൻവലിക്കുമെന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ആകെ 6 കൗൺസിലർമാർ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അതായത് ഇങ്ങനൊരു അഭിപ്രായം കോൺഗ്രസിന്റെ കൗൺസിലർമാർ പറയുമ്പോഴും അത് UDFന്റെ ആകെ നിലപാടായി മാറുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിന്റെ 3 അംഗങ്ങൾ, ഒപ്പം തന്നെ മാണി സി കാപ്പന്റെ പാർട്ടിയുടെ 1 അംഗം, ഇത് കൂടാതെ ഈ സ്വതന്ത്ര കൂട്ടായ്മ, ഇതെല്ലാം ചേർന്നതാണ് ഫലത്തിൽ UDF. ഇവരാരും തന്നെ അംഗീകരിക്കാതെ വരുന്നതോടെ ആകെ 6 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഫലത്തിൽ കോൺഗ്രസിന്റെ ഈ നിലപാടുള്ളത്. അതിലെ ഈ കോൺഗ്രസിന്റെ എല്ലാ അംഗങ്ങളും ഫലത്തിൽ ഒരേപോലെ ഈ 6 പേരും ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നതും സംശയകരമാണ്. എന്തായാലും ഈ 6 പേരെ കൊണ്ട് പുതിയൊരു ഭരണം സാധ്യമല്ല. അങ്ങനെയെങ്കിൽ അത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പിന്തുണയോടുകൂടി വേണം അങ്ങനെ ഒരു ഭരണത്തിലേക്ക് പോകാൻ. അങ്ങനെ ഒരു പിന്തുണ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായ തിരിച്ചടിയായി മാറുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം പാസാക്കി പാലാ മണ്ഡലം കമ്മിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. KPCC ഇടപെടലിലൂടെ ചില ധാരണകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ജില്ലാ ഘടകം വ്യക്തമാക്കുന്നത്. അതായത് പാലാ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനത്തെ തൽക്കാലം അത് ആ നിലയിൽ കാര്യമായി മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫലത്തിൽ പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു അവിശ്വാസം LDF കൊണ്ടുവരാനുള്ള സാധ്യതയാണ് തൊട്ട് മുന്നിലുള്ളത്. അങ്ങനെ അവിശ്വാസം കൊണ്ടുവന്നാൽ
ഈ 6 പേർക്കും വിപ്പ് നൽകാനുള്ള നീക്കമായിരിക്കും കോൺഗ്രസ് പാർട്ടി നൽകുക. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പാർട്ടി പോകും. എന്തായാലും നിലവിൽ ഒരു കേരള കോൺഗ്രസ് എമ്മുമായിട്ട് സഹകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആണ്. അതാണ് പാലാ നഗരസഭയിലെ പ്രതിസന്ധി. അതെങ്ങനെ പരിഹരിക്കാനാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ മനു കൊലപാതക കേസിലെ പ്രതിയുടെ വാഹനം കത്തിച്ച നിലയിൽ കണ്ടെത്തി. ഈ ബൈക്കിലാണ് സംഭവ ദിവസം പ്രതികൾ മനുവിന്റെ വീടിന് മുന്നിൽ റേസ് നടത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. ഇന്നലെയായിരുന്നു ഈ പറയുന്ന കാഞ്ഞിരംകുളം കൊലപാതക കേസിലെ സംഭവത്തിന് കാരണമായ ബൈക്കിനെ കത്തിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ പറയുന്ന സംഭവങ്ങൾക്ക് തുടക്കം. മനുവിന്റെ വീട്ടിലെത്തിയ സംഘം, വീടിന്റെ മുന്നിലെത്തിയ സംഘം അവന്റെ ബൈക്കിലെ പെട്രോൾ തീർന്ന് അവിടെ നിൽക്കുകയായിരുന്നു. ഈ കേസിൽ പിടിപെട്ട പ്രായപൂർത്തിയാകാത്ത യുവാവ് സഞ്ചരിച്ച് വന്ന ബൈക്കാണ് അവിടെ നിന്നത്. തുടർന്ന് ബൈക്കിൽ പെട്രോൾ നിറച്ച് റൈസ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ ഒരു വാക്കേറ്റമാണ് അത് സംഘർഷത്തിലേക്കും തുടർന്ന് കത്തിക്കുത്തിലേക്കും മരണത്തിലേക്കും കാരണമായത്. ഇതിന് കാരണമായ ബൈക്കാണ് ഇന്നലെ കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തായിരുന്നു ഈ പറയുന്ന ബൈക്ക് ഒഴിച്ചിരുന്നത്. ഇവിടെ എത്തിയ ഈ പറയുന്ന മനുവിന്റെ കൂട്ടാളികളായിരിക്കാം ഒരുപക്ഷെ കത്തിച്ചതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ശരി അരുൺ, വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകൾ കൂടുതൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കണം. മറ്റു വാർത്തയിലേക്ക്. കാൽപന്ത് കളിയുടെ ലോക മാമാങ്കത്തിന് മാറ്റുകൂട്ടാൻ കേരളത്തിലൊരുങ്ങുന്ന യുണൈറ്റ് 8 സ്പോർട്സ് ഫിഫ ലോകകപ്പ് 2026 ഔദ്യോഗിക ഫാൻ പാർക്കുകളിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പനയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പബ്ലിക് സ്ക്രീനിംഗ് വേദികളിലേക്കുള്ള ആദ്യ ടിക്കറ്റുകൾ മേത്തർ ഈഗിൾ FC കേരള ചെയർമാൻ ഷാഫി മേത്തർ കൈമാറി. മുൻ ഏഷ്യൻ ഓൾ സ്റ്റാർസ് 11 താരവും ഇന്ത്യയുടെ മുൻ അന്താരാഷ്ട്ര കളിക്കാരനും 1973 സന്തോഷ് ട്രോഫി ചാമ്പ്യനുമായ CC ജേക്കബ്, മുൻ ഇന്ത്യൻ താരവും 1982 സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ നയിച്ച ക്യാപ്റ്റനുമായ MM ജേക്കബ് എന്നിവരാണ് ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങിയത്. ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടന ചടങ്ങിൽ മേത്തർ ഈഗിൾ FC ചെയർമാൻ ഷാഫി മേത്തർ ആകർഷകമായ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. ഫാൻ പാർക്കിലെത്തുന്ന കാണികൾക്കായി സൗദി പ്രോ ലീഗ് മത്സരങ്ങൾ നേരിട്ട് കാണിക്കാനുള്ള ടിക്കറ്റുകൾ, കൊച്ചി നഗരത്തിന് മുകളിലൂടെയുള്ള ഹെലികോപ്റ്റർ യാത്ര, ഐഫോൺ, ലാപ്ടോപ്പ്, ആപ്പിൾ എയർപോഡ് എന്നിവയ്ക്ക് പുറമെ വിവിധ മത്സരങ്ങളുടെ ആകർഷകമായ ക്യാഷ് പ്രൈസുകളും കാത്തിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് ന്യൂസ് 8 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശി ഇഷ ഭരതന്റെ പിറന്നാളാണ് ഇന്ന്. കൊച്ചിയിൽ സൈക്കോളജിസ്റ്റാണ് ഇഷ. അമ്മ ലേഖ നായർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഇഷയ്ക്ക് ആശംസകൾ നേരുന്നു. ഇഷയ്ക്ക് ന്യൂസ് 8ന്റെയും ആശംസകൾ. നമുക്കിനി ഫുട്ബോൾ ലോകകപ്പ് വാർത്തകളിലേക്ക് വിശദമായി തന്നെ പോകണം. റൊണാൾഡോയുടെ മടക്കം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതടക്കം എൽദോ പോൾ ചേരും ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.